കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോ എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ആ ശതാധിപൻ ആണെങ്കിൽ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അവിടെ അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചും പോന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഈ ശതാധിപൻ. ഒരു ദിവസം സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ദാനധർമ്മവും സൽപ്രവർത്തികളെല്ലാം സ്വർഗത്തിലെത്തി ആയതുകൊണ്ട് കർത്താവ് നിൻ്റെ മേൽ പ്രിയം വച്ചിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യണം, പത്രോസിനെ വിളിച്ചിട്ട് അവൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സ്വപ്നത്തിൽ കണ്ട ദേവദൂതൻ പറഞ്ഞ ആ വാക്കനുസരിച്ച് പത്രോസ് ഇരുന്ന ആ ഒരു സ്ഥലവും ദൂതൻ പറഞ്ഞു കൊടുത്ത് ആ സ്ഥലത്ത് അന്വേഷിച്ച് തൻ്റെ ജോലിക്കാരെ അയക്കുകയാണ്. അവിടെ പോയി ആ പത്രോസിനെ വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ വീട്ടുകാരോട് തൻ്റെ അയൽവക്കത്തുകാരോട് എല്ലാവരും ഇരുന്ന് ഈ പത്രോസിൻ്റെ പ്രസംഗം കേട്ട്, പത്രോസാണെങ്കിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വീണ്ടും വരുമെന്നും ആ ഒരു സുവിശേഷ പ്രസംഗം നടത്തി. സുവിശേഷം കേട്ട ആ കൊർന്നല്യോസും കുടുംബവും ചേർന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമെടുത്തു. അപ്പോൾ സ്നാനമെടുത്ത് കർത്താവോട് ചേർന്ന്, എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവൻ സ്നാനമെടുക്കണമെന്ന് ദൈവത്തിന് നല്ലവണ്ണം ഒരു ബോധ്യമുണ്ടായിരുന്നു. പ്രിയ ദൈവപൈതലേ, നമ്മുടെ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ മാത്രം കൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാനെന്ന് ആരും വിചാരിക്കേണ്ട. എന്തെന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് കാണിച്ചിട്ട് പോയ ഒരു വഴിയുണ്ട്. നമുക്കറിയാം, കർത്താവ് യോർദാനിലിറങ്ങി യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏറ്റു എന്നും പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിലെ കർത്താവിൻ്റെ മേൽ വന്ന് പതിച്ചു എന്നും നാം കാണുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ, ദൈവത്തോട് നാം ഒത്തുചേരണമെങ്കിൽ അത് സ്നാനമെന്ന ഒരു പ്രക്രിയയിൽ കൂടെ നിർബന്ധമായിട്ടും നാം ചെയ്യണം. ഈ കൊർന്നല്യോസിനെ ദൈവം ദൂതനെ അയച്ച് പറഞ്ഞതുള്ളത് തന്നെയാണെങ്കിൽ നമ്മോട് പറയണം. നമ്മൾ ചിലപ്പോൾ നല്ലവരായിരിക്കാം, നമ്മൾ ആരെയും ഒന്നും ഉപദ്രവിക്കത്തില്ല, കഴിയുന്നിടത്തോളം ആർക്കെങ്കിലും ചെയ്യുവാൻ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ചുമ്മാ ഒരു ആരാധനയ്ക്ക് പോയിട്ട് വന്ന് നമുക്ക് ദൈവരാജ്യത്തിൽ പോകാം എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അനേകരുണ്ട്. പ്രിയ ദൈവ പൈതലേ, അതല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, കൊർന്നല്യോസിനെയും കുടുംബത്തിനെയും കർത്താവ് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുവാൻ നീ ഇച്ഛിച്ചിട്ട് അങ്ങയുടെ ദൂതന കർത്താവെ അയാളുടെ കടക്കമുറിയിൽ നീ അയച്ചതുപോലെ കർത്താവെ, ഇന്ന് അനേകരുടെ ബെഡ്റൂമുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങണമേ. നീ ജീവിക്കുന്ന ദൈവമാണെന്നും കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കുവാനായിട്ട് അങ്ങയുടെ ദൂതഗണങ്ങളെ കർത്താവെ ഇവരുടെ ബെഡ്റൂമിൽ അയച്ച് കർത്താവ് ഇവരോട് നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവിൽ കർത്താവെ ഇവരും നിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.